ഹലോ ആൾ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? ഒരു ലോങ് വീഡിയോയിലൂടെ നമ്മൾ കണ്ടിട്ടിപ്പോൾ കുറച്ച് ദിവസങ്ങളായി. കുറേയധികം തിരക്കുകളും പിന്നെ ഒന്ന് രണ്ട് യാത്രകളും ഒക്കെ ആയിട്ട് ബിസി ഷെഡ്യൂളായിരുന്നത് കൊണ്ടാണ് നമ്മുടെ ലോങ് വീഡിയോസ് ഒന്നും വരാഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നടന്ന ഊട്ടി ഫ്ലവർ ഷോയുടെ ചില ദൃശ്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങളുടെ മനസ്സിലെന്താണോ തോന്നുന്നത്, ഒന്നുകിൽ ഈ വീഡിയോയെക്കുറിച്ച്, അതല്ലെങ്കിൽ പൂക്കളോടുള്ള പ്ലാന്റ്സിനോടുള്ള നിങ്ങളുടെ ഇഷ്ടത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ചില അനുഭവങ്ങളെക്കുറിച്ചൊക്കെ വളരെ കാവ്യാത്മകമായി എഴുതുന്ന, അതായത് കുറച്ച് സാഹിത്യമൊക്കെ ഉൾപ്പെടുത്തി എഴുതുന്ന ഏറ്റവും നല്ല 3 കമൻറ്റുകൾക്ക് നമ്മൾ ഗിഫ്റ്റ് പ്ലാൻസ് അയച്ചു കൊടുക്കുന്നതാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ മത്സരം. അപ്പോൾ നമ്മൾ ഈ ഊട്ടി ഫ്ലവർ ഷോ കാണാൻ പോകാൻ കുറച്ച് വൈകിപ്പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ ഡെക്കറേഷൻ ഫ്ലവേഴ്സൊക്കെ ഉണങ്ങിത്തുടങ്ങിയിരുന്നു. പക്ഷേ എന്നിരുന്നാലും പൂക്കൾ നമുക്കെപ്പോഴും മനസ്സിന് കുളിർമയും സന്തോഷവും നൽകുന്ന ഒരു സംഗതി തന്നെ ആയതുകൊണ്ട് ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് വളരെയധികം സന്തോഷവും ഉന്മേഷവും ഉത്സാഹവും നൽകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. ബൊട്ടാണിക്കൽ ഗാർഡൻ നമ്മൾ മുന്നേ പോയിട്ടുള്ളതിൽ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് മെയിൻ്റനൻസിൻ്റെ പ്രശ്നമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ മനോഹരം എന്ന് നമ്മൾ പറഞ്ഞിരുന്ന പല സ്ഥലങ്ങളും ഇപ്പോൾ അത്ര കണ്ട് ആകർഷണീയമായിട്ട് തോന്നിയില്ലെങ്കിലും പൂക്കൾ ഒരുപാടധികം, ഫ്ലവർ ഷോ സംബന്ധിച്ച് പൂക്കൾ ഒരുപാടധികം അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് നിരാശയുണ്ടായില്ല. അപ്പോൾ ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൂക്കൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് നമ്മൾ ആരും തന്നെ ഉണ്ടാവില്ല. വളരെ ചുരുക്കം ചിലർ മാത്രമായിരിക്കും പൂക്കളോടും ചെടികളോടും ഒന്നും ഇഷ്ടമില്ലാത്തവരായിട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ പൂക്കൾ കാണുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത്, അല്ലെങ്കിൽ ഈ പൂക്കൾ, അല്ലെങ്കിൽ റോസ്, അല്ലെങ്കിൽ അഡീനിയം, നിങ്ങൾക്ക് എന്താണ് പൂക്കളോടുള്ള ബന്ധം, അല്ലെങ്കിൽ ആ ഇഷ്ടത്തിൻ്റെ കാരണം, ആ ഇഷ്ടം കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ആശ്വാസം, ഇതിനെക്കുറിച്ചൊക്കെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇതിന് താഴെ കമൻ്റ് ഇടാം. അപ്പോൾ വളരെ ആകർഷണീയമായി തോന്നുന്ന 3 കമൻറ്റുകൾക്കാണ് നമ്മൾ ഗിഫ്റ്റ് പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത്. പ്ലാൻസ് ഏതാണെന്ന് ഇപ്പോൾ നമ്മൾ നിശ്ചയിച്ചിട്ടില്ല. ചിലപ്പോൾ റോസ് ആയിരിക്കും, അതല്ലെങ്കിൽ അഡീനിയം ആയിരിക്കും, അതല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റേതെങ്കിലും പ്ലാൻസ് ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് കുറച്ചധികം പ്ലാൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസുമായിട്ട് ഞാൻ പിന്നെ വരാം. പൂക്കളും ചെടികളുമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാടധികം പേർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. കാരണം ഇതിൽ ഒരുപാട് പൂക്കളെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പൂക്കാഴ്ചകൾ കണ്ട് വന്നോളൂ.
ഊട്ടി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലാദ്യം വരുന്നത് ഈ ഊട്ടി പൂവാണ്. നമ്മൾ ഈ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നുമൊക്കെ ടൂറ് പോകുമ്പോൾ ഈ ഊട്ടി പൂവ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ള ഓർമ്മയാണ് എനിക്ക് എപ്പോഴും. അപ്പോൾ ഊട്ടി പൂവ് കാണാതെ എന്താണല്ലേ ഊട്ടി. അവിടെ നിരത്തുകളിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഐറ്റംസാണ് ഇതൊക്കെ. ഇത് പൈൻ മരത്തിൻ്റെ പൂക്കളാണ്. ഇത് വെച്ചിട്ട് നല്ല ഡെക്കോറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. നമ്മൾ എടുത്തത് ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതൊന്നും ചെറുതൊന്നുമല്ല നമ്മളെടുത്തത്. നമുക്ക് ആ പെയിൻ്റ് അടിച്ചത് അത്ര ഇഷ്ടപ്പെട്ടില്ല. നമ്മളെടുത്തത് ഇതേപോലെ പെയിൻറ്റിങ് ഒന്നുമില്ലാത്ത ടൈപ്പാണ് നമ്മളെടുത്തത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പൂക്കളുടെ മനോഹാരിത കണ്ട് നിങ്ങളുടെ മനസ്സെല്ലാം കുളിർത്തു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പൂക്കളൊക്കെ ഇഷ്ടമുള്ള എല്ലാ പേർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കമൻ്റ് ഇടട്ടെ. അപ്പോൾ അർഹതപ്പെട്ടവരെ നമുക്ക് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തവർക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക. അത് നിങ്ങൾ ഓർത്തിരിക്കുക. എങ്കിൽ പിന്നെ കമൻറ്റുകളൊക്കെ ഇട്ട് തുടങ്ങിക്കോളൂ. വായിക്കാൻ സുഖപ്രദമായ, കേൾക്കാൻ ഇമ്പമായ, കാണാൻ കൗതുകമുണ്ടാക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും എല്ലാവരും സന്തോഷമായിരിക്കൂ.